നിൽക്കടാ ഇവിടെ. ഞേ അവന്മാർ മേലോട്ടോ. ഞേ ഒരുത്തൻ ചാടി. ബ്ലും. മറ്റവനും ചാടി. ഞേ കാലൊടിഞ്ഞു കാണും. ഇല്ലെന്നേ, താഴെ വെള്ളമുണ്ട് ഒരു കുഴിയിൽ. നമുക്ക് വെള്ളത്തിലേക്ക് ചാടാൻ വെട്ടാ, വാ. ചെറിയ കുഴിയോ, ചോട്ടം തെറ്റിയാൽ നടു ഒടിയും. പറഞ്ഞത് ശരിയാ, വീഴുന്നത് കുഴിയിലല്ലെങ്കിൽ പ്രശ്നമാ. പക്ഷേ വേറൊരു ഐഡിയ ഉണ്ട് ചേട്ടന്മാര്. എന്ത് ഐഡിയോ? വെള്ളത്തിലേക്ക് വീഴുമോ എന്നല്ലേ സംശയം. ചാടുമ്പോൾ വെള്ളം കയ്യിലുണ്ടെങ്കിലോ? ഞേ അതെങ്ങനെ? രണ്ടുപേരും ഓരോ വലിയ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലിരുന്നു കൊണ്ട് ചാടിയാൽ മതി. താഴെ വെള്ളമുണ്ടോ എന്ന് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ശരിയോ, പാത്രം കൊണ്ടുവരാം. വരുമ്പോഴേക്കും അവർ സ്ഥലം വിടുമോ? പോകുന്നെങ്കിൽ പോട്ടെ. ആദ്യം ഈ സൂത്രം ചെയ്തു പഠിക്കാം, പിന്നീട് നമുക്ക് ആവശ്യം വരുമെന്ന്. ചോടിക്കോ. വെള്ളം മൊത്തം മേലോട്ട് തെറിച്ചു. ഒക്കുയിക്കോ, എന്റെ അനിയനെ ഒന്ന് നിയന്ത്രിക്കണം. അതല്ലോ, അവൻ വെള്ളം പാഴാക്കുന്നു, അത് നിയന്ത്രിക്കണമെന്ന്. കുടിക്കാനും മറ്റുമായി ഗുഹയ്ക്കടുത്ത് പാറക്കുഴിയിൽ വെള്ളം ശേഖരിച്ച് വെക്കാറുണ്ട്. അതൊക്കെ അവനെടുത്ത് കല്ലിലൊഴിച്ച് കളയുന്നു. കല്ലിലോ? എന്നുവെച്ചാൽ കല്ലുകൊണ്ടുള്ള ഒരു പ്രതിമയിൽ. അനിയൻ പ്രതിമയൊക്കെ ഉണ്ടാക്കുന്ന കലാകാരനാ. ഈയിടെ കല്ലിൽ കൊത്തി അവനൊരു ആനയുടെ പ്രതിമയുണ്ടാക്കി. അതിനുശേഷം എല്ലാ ദിവസവും അവൻ പ്രതിമ കഴുകാൻ വെള്ളമെടുക്കുകയാ, ആന പ്രതിമ കഴുകണമെന്ന് പറഞ്ഞ്. ഓഹോ. കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് വാറക്കുഴിയിൽ നിറയ്ക്കുന്ന വെള്ളം എടുത്തായി വൃത്തിയാക്കൽ. അതൊന്ന് നിയന്ത്രിക്കാൻ വല്ല സൂത്രവും പറഞ്ഞു തരാമോ? അനിയന് ചിത്രം വരയ്ക്കാൻ അറിയാമോ? അറിയാം, ചിത്രം വരെയും അവന് വലിയ ഇഷ്ടമോ. എങ്കിൽ വഴിയുണ്ട്. അനിയനെ ഞങ്ങളൊന്ന് കാണട്ടെ. ചേട്ടാ, ഈ പ്രതിമ കൊള്ളാമല്ലോ. ഹിഹി, ഞാനുണ്ടാക്കിയതാ. കുറച്ച് ഡിസൈൻ കൂടി വരച്ചാൽ നല്ലതാ. ഡിസൈനോ? അതെ, കുറച്ച് ഇലകളും ചെടികളും മല്ലികളും മറ്റും. ആന കാട്ടിൽ നിൽക്കുന്നത് പോലെ തോന്നാനാ. ഈ ഐഡിയ കൊള്ളാം. ആഹാ, ഇത് സൂപ്പർ. ഇനി ഇത് നനയാതെ സൂക്ഷിക്കണം. നനയ്ക്കാൻ പറ്റില്ലേ? നനച്ചാൽ ഭംഗിയുള്ള ഈ ചിത്രങ്ങൾ മാഞ്ഞു പോകില്ലേ? അപ്പോൾ ഇനി പ്രതിമ കഴുകാൻ പറ്റില്ല. കഴുകുന്നത് ഭംഗിയാക്കാനല്ലേ, ഇതിനിപ്പോഴേ നല്ല ഭംഗിയാ. ഓക്കെ, എങ്കിൽ ഇനി പ്രതിമ കഴുകുന്നില്ല. ഓ, രക്ഷപ്പെട്ടു. ചേട്ടാ, ചേട്ടൻ നല്ല ശക്തിയുള്ള ആളല്ലേ? ഉപദ്രവിക്കാൻ വരുന്നവരെ ചേട്ടൻ തോൽപ്പിക്കാറില്ലേ? ഉണ്ട്. എനിക്കും അതുപോലെ ശക്തനാവണം. ഓ. അതെ, ചേട്ടനെ പോലെ ശക്തി കിട്ടാനുള്ള വ്യായാമങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. പക്ഷേ അത്യാവശ്യം വന്നാലേ മറ്റുള്ളവരോട് ശക്തി പ്രയോഗിക്കാവൂ, സ്വന്തം രക്ഷിക്കാൻ മാത്രം. ശരി. ഓക്കെ, എങ്കിലൊരു പരീക്ഷണം കൂടിയുണ്ട്. അതിൽ ജയിച്ചാൽ നിന്നെ ശിഷ്യനാക്കാം. ദോ, ഈ വള്ളി മാവിൽ കെട്ടി വലിച്ച് മാവ് കുലുക്കി മാങ്ങ വീഴ്ത്തണം. അതിന് നല്ല ശക്തി വേണ്ടേ? അതെനിക്കില്ലല്ലോ. ഓഹോ, ശ്രമിച്ചു നോക്ക്, 10 മാങ്ങയെങ്കിലും വീഴണം. കരടി ചേട്ടന്റെ ശിഷ്യനാവാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റും. അതെങ്ങനെ? ഈ വള്ളി കെട്ടി വലിച്ച് മാവ് കുലുക്കാൻ എനിക്ക് പറ്റിയാലല്ലേ? വള്ളി എവിടെ കെട്ടണമെന്ന് പറഞ്ഞിട്ടില്ല, ഉണ്ടോ? മാവിൽ കയറി വള്ളി മുകളിൽ വണ്ണം കുറഞ്ഞ ഭാഗത്ത് കെട്ടിയിട്ട് ഇറങ്ങിക്കോളൂ. ഇനി താഴെ നിന്ന് കുലുക്കാം. പൊടും പൊടും. ഹിഹി. ഓഹോ, ഉഗ്രൻ സൂത്രം. ശക്തി ഉണ്ടായാൽ പോരാ, അതെവിടെ പ്രയോഗിക്കണമെന്ന് അറിയാനുള്ള ബുദ്ധിയും വേണമെന്ന് മനസ്സിലായില്ലേ?